മനുഷ്യൻ്റെ അസാധ്യതകളെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നാം പലപ്പോഴും ദൈവത്തിൻ്റെ സാധ്യതകളെപ്പറ്റി ചിന്തിക്കുന്നത്. നമുക്കൊരുപാട് പരിമിതികളുണ്ട്, പരിധികളുണ്ട്, നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങളുണ്ട്. അതേസമയം തന്നെ നമുക്ക് യാതൊരു നിലയിലും ചെയ്യുവാൻ അസാധ്യമായ കാര്യങ്ങളുമുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ നാം ദൈവത്തിൻ്റെ സാധ്യതകളെപ്പറ്റി ചിന്തിക്കാറുള്ളത്. അങ്ങനെ ദൈവത്തോട് ഇസ്രായേൽ ജനം ചോദിച്ച ഒരു ചോദ്യമാണ് 78-ാം സങ്കീർത്തനം 19-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ നാം വായിക്കുന്നത്. അതിങ്ങനെയാണ്: മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? വളരെ പ്രധാനപ്പെട്ടതായ ഒരു ചോദ്യമാണ്. അവരുടെ വാഗ്ദത്ത നാടായ കനാൻ നാട്ടിലേക്കുള്ള മടക്കയാത്രയിൽ മരുഭൂപ്രയാണത്തിൻ്റെ മധ്യത്തിൽ ഭക്ഷണമില്ലാതെയും വെള്ളമില്ലാതെയും വല്ലാതെ വിഷമിച്ച സമയത്ത് അവർ ചോദിക്കുന്ന ചോദ്യമാണ്: മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? ദൈവത്തെപ്പറ്റിയുള്ള അജ്ഞത നിമിത്തം പലപ്പോഴും നാം അറിയാതെ ചോദിച്ചു പോകുന്നൊരു ചോദ്യം തന്നെയാണിത്. ഇസ്രായേൽ ജനം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും അതിൽ നിന്ന് ഒട്ടും വിഭിന്നരല്ല എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടേതായ ആവശ്യങ്ങളുടെ മുഖത്ത് പലപ്പോഴും നാം അറിയാതെ ചോദിച്ചു പോയിട്ടുണ്ടാവാം: കർത്താവിന് ഇത് സാധിക്കുമോ? ഇങ്ങനെയൊക്കെ നടക്കുമോ? ഇത് സാധ്യമാണോ? അങ്ങനെ സ്വയം ചോദിച്ച് നാം തന്നെ അതിൻ്റെ ഉത്തരം നമ്മുടെ മനസ്സിൽ നിന്ന് സ്വരുക്കൂട്ടിയെടുക്കുകയാണ്. ദൈവത്തിന് പോലും ഇതൊക്കെ അസാധ്യമാണ് എന്ന് നാം വിധിയെഴുതുന്നു. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം വിശ്വാസത്തിൽ ബലഹീനരായി തീരുമ്പോൾ അനേക ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരാം. ഇനിയും ദൈവം എന്നെ സഹായിക്കുമോ? എൻ്റെ രോഗം മാറുമോ? ക്ഷീണം മാറുമോ? എൻ്റെ സ്ഥിതിക്ക് വ്യത്യാസമുണ്ടാകുമോ? നാളെ ഞാൻ എങ്ങനെയായിരിക്കും? എൻ്റെ കുടുംബം എങ്ങനെയായിരിക്കും? എൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെയായിരിക്കും? ഇന്ന ആവശ്യങ്ങളുടെ മുഖത്ത് ഞാൻ എന്ത് ചെയ്യും? ഇന്ന പ്രയാസങ്ങൾ മാറിക്കിട്ടുമോ? എന്നിത്യാദി കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ നാം ചോദിച്ച് നമ്മുടെ മനസ്സിൽ നാം സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന ഉത്തരം ഇല്ല അല്ലെങ്കിൽ അല്ല എന്നുള്ള അവസാനമായ ഉത്തരത്തിലേക്ക് നാം തന്നെ എത്തിച്ചേരുന്നു. മനുഷ്യന്റെ പരിധികളുടെയും പരിമിതികളുടെയും അടിസ്ഥാനത്തിൽ ദൈവത്തെ പരിമിതപ്പെടുത്തുവാൻ നാം തന്നെ ഒരുങ്ങുകയാണ്. അത്യുന്നതനായ ദൈവത്തെ, സർവശക്തനും സർവവ്യാപിയുമായ ദൈവത്തെ ഏത് വീക്ഷണകോണിലാണ് നാം കാണുന്നത്? ദൈവത്തെ ആരായിട്ടാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത്? പലപ്പോഴും ദൈവത്തോടുള്ള ഭയമോ ഭക്തിയോ ബഹുമാനങ്ങളോ ഒന്നുമില്ലാതെ നാം ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവമേ എന്ന് നാം വിളിക്കുമ്പോൾ വാസ്തവത്തിൽ അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവം ആരാണെന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ അപ്രമേയത്വത്തെ എത്രമാത്രം മനസ്സിലാക്കിയാണ് നാം ആ വാക്കുച്ചരിക്കുന്നത് എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടത് ആവശ്യമാണ്. നാം ഈ ചോദ്യം വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ ഒരുപക്ഷെ കുറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇസ്രായേൽ അവിശ്വാസികളായിരുന്നുവെന്നും ഇസ്രായേൽ ജനം ദൈവത്തെ മാനിക്കാതെ ഇരുന്നുവെന്നും ഒക്കെ നാം പറയുന്നു. പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തെ ശരിയാവണ്ണം മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ ആ ദൈവം ആരാണെന്ന് ചിന്തിക്കാതെയുമല്ലേ പ്രിയമുള്ളവരെ പലപ്പോഴും നാം ദൈവമേ എന്ന് വിളിക്കാറുള്ളത്? അങ്ങനെ ദൈവത്തെ നാം ഭയപ്പെട്ടിരുന്നുവെങ്കിൽ ഒരിക്കലും ഇന്ന് ക്രൈസ്തവ കോളത്തിൽ കാണുന്ന പ്രശ്നങ്ങളോ വാഗ്വാദങ്ങളോ വഴക്കുകളോ കേസുകളോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ലായിരുന്നു. പക്ഷേ ദൈവത്തെ അറിയാത്തത് കൊണ്ടും ദൈവം ആരാണെന്ന് ചിന്തിക്കാത്തത് കൊണ്ടും ദൈവത്തിൻ്റെ മഹത്വത്തെ അറിയാത്തത് കൊണ്ടുമാണ് വാസ്തവത്തിൽ മനുഷ്യർ ദൈവത്തിൻ്റെ പേരിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ചെയ്യുന്ന അനേക കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് രസകരമാണ്. ദൈവത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പോലും മനുഷ്യർ ഏറ്റെടുത്തിരിക്കുന്നുവോ എന്ന് തോന്നത്തക്ക നിലയിലാണ് പലരുടെയും ചെയ്തികൾ. എന്നാൽ ദൈവം ആരാണ്? ദൈവം ആരാണെന്നും അവിടുത്തെ മഹത്വം എന്താണെന്നും അവിടുത്തെ വലിപ്പം എന്താണെന്നും അവിടുന്ന് എന്ത് ചെയ്യുന്നവനാണെന്നും ഒക്കെ അറിഞ്ഞു കഴിയുമ്പോഴാണ് വാസ്തവത്തിൽ നാം എത്ര നിസാരരാണെന്നും ദൈവത്തിൻ്റെ മുൻപാകെ നാം ചെല്ലുമ്പോൾ എത്രമാത്രം വിനയാന്വിതരായി ഭയഭക്തി ബഹുമാനങ്ങളോടെ നാം ചെല്ലേണ്ടതാണെന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിക്ക് പലപ്പോഴും നമ്മുടെ അവിശ്വാസത്താൽ തടസ്സം നിൽക്കുന്നവർ നാം തന്നെയാണ് എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ലാസറിന്റെ കല്ലറയ്ക്കലേക്ക് കർത്താവ് ചെന്നിട്ട് അവിടെയുള്ളവരോട് കല്ല് നീക്കുവിൻ എന്ന് പറയുമ്പോൾ ലാസറിന്റെ സഹോദരിയായ മാർത്ത കർത്താവായ യേശുക്രിസ്തുവിനോട് പറയുകയാണ്: കർത്താവേ, 4 നാളായല്ലോ, നാറ്റം വെച്ച് തുടങ്ങിയല്ലോ, എങ്ങനെയാണ് ഈ കാര്യം ഇനി ചെയ്യുവാൻ സാധിക്കുക? അതുകൊണ്ട് ഈ കല്ല് നീക്കാതെ ഇരിക്കുന്നതല്ലേ നല്ലത് എന്നുള്ള അർത്ഥത്തിലാണ് വാസ്തവത്തിൽ യേശുക്രിസ്തുവിനോട് മാർത്ത ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
ദൈവം അത്ഭുതവാനാണെന്നും അവിടുത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്നും സകലവും അവിടുത്തെ നിറവിലും നിയന്ത്രണത്തിലുമാണെന്നും അവിടുത്തെ രാജത്വത്തിൻ്റെ മീതെ മറ്റൊരു രാജത്വം ഇല്ല എന്നും ദൈവം അനന്യനാണെന്നും അവിടുന്നാണ് ഏറ്റവും ഉന്നതനെന്നും ആരാധിക്കപ്പെടുവാൻ യോഗ്യനായിട്ട് അവിടുന്ന് മാത്രമേ ഉള്ളൂവെന്നും പലപ്പോഴും ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കാതെ വരുമ്പോൾ ദൈവം നമ്മെ കാണിച്ചു തന്നിട്ടുള്ള ചില ഉദാഹരണങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ലാസറിന്റെ കല്ലറയ്ക്കൽ നിന്ന് കർത്താവ് മാർത്തയോട് പറയുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ദൈവം ആരാണെന്നറിയാതെ, ദൈവം എന്ത് ചെയ്യുന്നുവെന്നറിയാതെ, അവിടുത്തെ മഹത്വം എന്താണെന്നറിയാതെ, അവിടുത്തെ വലിപ്പം എന്താണെന്നറിയാതെ നാം പലപ്പോഴും ചിന്തിക്കുന്നതായ ചോദ്യമാണ് വാസ്തവത്തിൽ നാം ഇവിടെയും വായിക്കുന്നത്. മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? ഇന്ന് രാവിലെ മനുഷ്യന്റെ വീക്ഷണകോണിൽ നിന്നുകൊണ്ടല്ല നാം ദൈവത്തെ കാണേണ്ടുന്നത്. ദൈവവചനം നമുക്ക് കാണിച്ചു തരുന്ന വീക്ഷണകോണിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തെ നാം കാണേണ്ടത് ആവശ്യമാണ്. അങ്ങനെ കാണുമ്പോഴാണ് ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ അപ്രമേയത്വം എന്താണെന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകും, മരുഭൂമിയിൽ മാത്രമല്ല ഈ ലോകത്തെവിടെയും മേശയൊരുക്കുവാൻ ദൈവം കഴിവുള്ളവനാണ് എന്നുള്ള പരമമായ സത്യം. യെശയ്യാപ്രവചനം 55-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ വഴികൾ നമുക്ക് ആർക്കും ചിന്തിക്കുവാൻ സാധ്യമല്ല. ആ വഴികൾ ആഴിയിലൂടെ തുറക്കപ്പെടുന്ന വഴികളാണ്. ആ വഴികൾ മനുഷ്യരുടെ അസാധ്യതകളെ സാധ്യമാക്കുന്ന വഴികളാണ്. മരുഭൂമിയിൽ മന്ന നൽകുന്ന വഴിയാണ്. തീക്കൽ പാറയിൽ നിന്ന് ദാഹജലം തരുന്ന വഴിയാണ്. ഇന്ന് രാവിലെ ആ യാഥാർത്ഥ്യത്തിലേക്ക് വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ കാണുവാനും അത്യുന്നതനായ ദൈവം അപ്രമേയനാണെന്നും അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ കാര്യങ്ങളെ ചെയ്യുന്നവനാണെന്നും തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ അസാധ്യതകളുടെ അടിസ്ഥാനത്തിലല്ല നാം ദൈവത്തെ കാണേണ്ടുന്നത്. നമ്മുടെ ഇല്ലായ്മകളുടെ മുൻപിൽ നാം ദൈവത്തെ പരിമിതപ്പെടുത്തുകയല്ല ചെയ്യേണ്ടുന്നത്. നമുക്ക് വേണ്ടി അത്യത്ഭുതകരമായ കാര്യങ്ങളെ ചെയ്തു തരുന്ന അത്യുന്നതനായ ദൈവത്തെ, സ്നേഹസ്വരൂപനായ ദൈവത്തെ കാണുവാൻ ഇന്ന് രാവിലെ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഇല്ലായ്മകളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ രോഗമോ ക്ഷീണമോ ഓർത്ത് നാം തകർന്നു പോവുകയല്ല ചെയ്യേണ്ടുന്നത്. നാം ദൈവത്തോട് കർത്താവിന് ഇത് സാധ്യമാണോ എന്ന് ചോദിക്കുകയല്ല ചെയ്യേണ്ടുന്നത്. മരുഭൂമിയിൽ മേശയൊരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ എന്ന് സംശയത്തോടെ നാം ചിന്തിക്കുകയോ ചോദിക്കുകയോ അല്ല ചെയ്യേണ്ടുന്നത്. പ്രത്യുത അത്യുന്നതനായ ദൈവം അത്ഭുതവാനായ ദൈവമാണെന്നും എൻ്റെ ജീവിതത്തെ അപ്പാടെ മാറ്റുവാൻ ദൈവം കഴിവുള്ളവനാണെന്നും അവിടുന്ന് എന്നെ സഹായിക്കുന്നവനാണെന്നും അവിടുന്ന് എന്നെ ദോഷങ്ങളാൽ പരീക്ഷിക്കാത്തവനാണെന്നും എന്നെ അവിടുന്ന് എഴുന്നേൽപ്പിക്കുന്നവനാണെന്നും ചിന്തിക്കുവാൻ ഇന്ന് രാവിലെ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, അവിടുത്തെ ഹിതത്തിനനുസരണമായി എന്നെ അവിടുന്ന് സഹായിക്കണമേ, എന്നെ അവിടുന്ന് എഴുന്നേൽപ്പിക്കണമേ, എന്നെ അവിടുന്ന് സന്ദർശിക്കണമേ, എൻ്റെ കുടുംബത്തെ ഓർക്കണമേ, കുഞ്ഞുങ്ങളെ ഓർക്കണമേ. എൻ്റെ ആവശ്യങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും അവിടുന്ന് മതിയായവനാണ്, അവിടുന്ന് എന്നെ സഹായിക്കുന്നവനാണ്, എന്നെ ശക്തീകരിക്കുന്നവനാണ് എന്നുള്ള ദൃഢനിശ്ചയത്തിൽ ഇന്ന് രാവിലെ കർത്താവിൻ്റെ അരികിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. അവിശ്വാസത്തിൻ്റെ ലാഞ്ചന പോലുമില്ലാതെ വിശ്വാസത്തിൽ അടിയുറച്ചവരായി കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഇന്നത്തെ ദിവസം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അവിടുന്ന് എത്രയോ ഉന്നതനാണ്. അവിടുന്ന് സർവ്വ അഖിലാണ്ടത്തിൻ്റെയും സൃഷ്ടാവായ അത്യുന്നതനായ ദൈവമാകിയാൽ ഞങ്ങൾ അവിടുത്തേക്ക് സകല സ്തുതിയും സ്തോത്രവും ബഹുമാനവും അർപ്പിക്കുന്നു. ഞങ്ങൾ എത്രയോ നിസാരരായിട്ടുള്ളവരാണ്, കൃമികീടങ്ങളായിട്ടുള്ള, പൊടി സമാനരായിട്ടുള്ള, പുഴു സമാനരായിട്ടുള്ള ഞങ്ങൾ കർത്താവേ ഇന്ന് രാവിലെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. അത്യുന്നതനായ അവിടുത്തെ മുൻപാകെ ഞങ്ങൾ അടുത്തു വരുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ സകല വിഷമങ്ങളും പ്രയാസങ്ങളും നീങ്ങിപ്പോകുന്നു. ഇന്ന് രാവിലെ അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കരം ഞങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ വെക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെയും കുറ്റങ്ങളെയും ബലഹീനതകളെയും പുത്രനിലൂടെ ക്ഷമിച്ചു തന്ന്
ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കുന്ന അവിടുത്തെ പദാരബിന്ദങ്ങളിൽ ഇന്ന് രാവിലെ മുത്തം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഇന്ന് രാവിലെ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. അവിശ്വാസത്തോടെയല്ല, അടിയുറച്ച വിശ്വാസത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് അവിടുത്തെ ഹിതത്തിന് അനുസരണമായ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് നല്ല വൈദ്യനായ, ക്ഷീണിതർക്ക് ആശ്വാസം നൽകുന്ന, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുള്ള അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ഈ മരുഭൂമിയിൽ മേശയൊരുക്കുവാൻ അവിടുത്തേക്ക് മാത്രമേ കഴിയൂ എന്ന് ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്ന കർത്താവേ, അവിടുന്ന് ഞങ്ങളെ സഹായിച്ചാട്ടെ, അനുഗ്രഹിച്ചാട്ടെ. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ സൗഖ്യത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. മുന്നമേ ദൈവത്തിൻ രാജ്യവും നാം അതിനുന്നത നീതിയും തേടിടണം. മുന്നമേ ദൈവത്തിൻ രാജ്യവും നാം അതിനുന്നത നീതിയും തേടിടണം. തന്നിടും നായകനതിനോടെ അന്നു വേണ്ടതെല്ലാം. തന്നിടും നായകനതിനോടെ അന്നു മനമേ ചഞ്ചലമെന്തിനായി കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായി. മനമേ ചഞ്ചലമെന്തിനായി കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായി. മനമേ വരുവാൻ കാലമടുത്തല്ലോ അവനൊരുക്കിയ വീട്ടിൽ ചേർന്നിടുവാൻ. വരുവാൻ കാലമടുത്തല്ലോ അവനൊരുക്കിയ വീട്ടിൽ ചേർന്നിടുവാൻ. ഒരു നാളും ഇനി പിരിയാതെ മരുവും നാം ആനന്ദമായി. ഒരു നാളും ഇനി പിരിയാതെ മരുവും നാം മനമേ ചഞ്ചലമെന്തിനായി കരുതാൻ